ചെറിയൊരു അട്ടപ്പാടി റൈഡ് പോയാലോ? ഒപ്പം പോരുന്നോ? ഞങ്ങൾ കുറച്ച് പേര് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം വന്നാൽ നമുക്ക് കാഴ്ചകൾ കാണാം, നല്ല വണ്ടറടിക്കുന്ന എക്സ്പീരിയൻസസ് ഉണ്ടാവും. അപ്പം എങ്ങനെയാ, ഒപ്പം പോരല്ലേ? ഇപ്പോൾ പെരിന്തൽമണ്ണയാണുള്ളത്. കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം 5 മണിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുണ്ട് നമ്മളപ്പോൾ. ഇപ്പോൾ 1, 2, 3, 4 ഏകദേശം 5-6 വണ്ടികളുണ്ട്. ഇനി കുറച്ച് വണ്ടികൾ മണ്ണാർക്കാട് നിന്ന് ജോയിൻ ചെയ്യാനുണ്ട്. അങ്ങ് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കോടമഞ്ഞാട്ടോ. ഞങ്ങൾ ഇറങ്ങുന്ന സമയം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചോർന്ന് അങ്ങനെ പോരുകയാണ്. നല്ല ചില്ലിങ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഇപ്പോൾ എല്ലായിടത്തും അറിയാലോ, ഫുള്ള് നല്ല മഴയാണ്. അതിൻ്റെ ഇടയിൽ അട്ടപ്പാടിയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ചുരത്തിൽ ബ്ലോക്കും, മഴ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ നമ്മൾ പോവുകയാണ് നല്ല കുറച്ച് ഓർമ്മകളെയും കാഴ്ചകളൊക്കെ തേടിക്കൊണ്ട്. ഇതാ ഓടണേ, പറക്കല്ലേ വണ്ടി. മനുഷ്യനല്ലേ പുള്ളേ, ഇക്ക പൊറോട്ട ഇറച്ചിയും പിടിച്ചേരാ. വണ്ടി പറക്കുക, എന്താ ചെയ്യാ? പിടിച്ചിട്ട് ഞങ്ങളെപ്പം വന്നിട്ട് റിവേഴ്സിനെ കാത്തുനിന്നാണ്ട് നേരം വൈകി. ബാക്കി വണ്ടികളിവിടെ എന്നാ വാ അണ്ണാ. പേടിണ്ടെങ്കിൽ നേരെ ഇവിടെ അമ്പലപ്പാറ റൂട്ടിക്ക് കയറാം. ആ വേ വണ്ടി എടുക്ക് അണ്ണ. എന്താ മുട്ടുകാലം ഉറച്ചിക്കണ്? വേ കേറ്. അങ്ങനെ നമ്മുടെ ടീമിന്റെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ് ഗുയ്സ്. എല്ലാത്തിനും കാരണം ജോ ഗുയ്സേ. അല്ല ഞങ്ങള് ഫസ്റ്റ് എത്തിന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 15 വണ്ടി. ശിവനെ, അണ്ണന് പേടിയാവുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ പതുക്കെ വിടാ പോര്. അണ്ണ അതെന്താ പോളീഷൊക്കെ തേച്ചിണല്ലോ? അമ്പടാ, അതിൻ്റെ ഒപ്പം മുട്ടി നിൽക്കാന്. നമ്മളിത് ഇങ്ങനെ ചളിയായി കൊണ്ടുവന്നാൽ നമ്മളിത് തിളക്കണ്ടാവും. വിടാ. അങ്ങനെ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഗയ്സ്. അട്ടപ്പാടിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ഇങ്ങനൊരു ക്ലൈമറ്റിൽ വരുന്നത്. ഈ ഒരു ഏരിയക്ക് ഞാൻ മുന്നേ വരുമ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഉച്ച ആ ഒരു സമയമാവും. നമ്മൾ മുള്ളി വഴി ഊട്ടിക്ക് കയറാനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആദ്യമായിട്ടാണ്. ആകെ മഴയും മൂടലും ഒക്കെ ആയിട്ട് ഇരുണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് മൂടി ക്ലൈമറ്റ്. എന്താണെന്ന് അറിയില്ല. ഈ കൊല്ലത്തെ ഫോഗ് മാൻ ഞാനാണ് തോന്നുന്നത്. ഇപ്പോൾ എവിടെ ചെന്നാലും ഞാൻ പോയാൽ കോടെ. അയ്യോ, റോഡ് നല്ല മോശമാണെങ്കിലും കുണ്ടും കുഴിക്കും ഒരു കുറവില്ല. ഈ മഴവെള്ളം നിറഞ്ഞിട്ടാണെങ്കിൽ എവിടെ കുഴി എവിടെയാണ് റോഡ് എന്ന് മനസ്സിലാവുന്നില്ല. അട്ടപ്പാടിയിൽ നല്ല മഴയാണ് ഗുയ്സ്. നല്ല ചില്ലിങ് ക്ലൈമറ്റ് ആട്ടോ. മഴ കൊണ്ട് ഇങ്ങനെ കയറി നിൽക്കുക. CPA പേടിയുണ്ടോ? ഒരു മുട്ട ഉണ്ടേന് CPA ഊട്ടിന്ന്. അടി കിട്ടിയില്ല എന്നുള്ള കളവന്. ഞാൻ ഉള്ളതുകൊണ്ട് കളവ അന്ന് രക്ഷപ്പെട്ട. അങ്ങനെ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് വിത്ത് പ്രദീപണ്ണൻ ആൻഡ് ടീം. കുറേ കാലമായിട്ടോ റൈഡ് പോയിട്ട്. ഇടയ്ക്കൊന്ന് അണ്ണൻ്റെ നാട്ടിൽ ചെന്ന് വിസിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈഡായിട്ടല്ല, ജസ്റ്റ് നമുക്ക് പോയിട്ട് ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്തു. നന്നായിട്ട് പ്ലാൻ ചെയ്തു, നന്നായിട്ട് പ്ലാനൊക്കെ തൊലിഞ്ഞു. അങ്ങനെ അവസാനം ഈ പഹാളിയെ കുറച്ച് തീരുമാനങ്ങളും കൊണ്ട് അട്ടപ്പാടിക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പോവാണ്. ഏതോ ചെല്ലിപ്പാറ, നരസിമുക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം. എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ പ്രദീപണ്ണനാ. അണ്ണൻ പറയും, നമ്മൾ കേൾക്കും. അണ്ണാ ഹോയ് ഹോയ്, അണ്ണാ ഹോയ് ഹോയ്. അയ്യോ, വണ്ടിയിൽ നിന്ന് അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കുണ്ടും കുഴിയും ചാടിയിട്ട് കൂടെ കിളിങ്ങുക. ഈ മല നിറയെ കോടങ്ങനെ പൊതഞ്ഞ് നിൽക്കുക കേട്ടോ. പുതപ്പിട്ട് പുതച്ച പോലെ. നമ്മളെ ഇവിടെ ഒന്നും ഇല്ല. നമ്മളിനി ഹൈറ്റിലോട്ട് ഒരുപാട് കയറാനുണ്ട്. ഈ ചുരം പണ്ട് മുതലേ കയറാൻ നല്ല രസമാണ്. പക്ഷേ ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിലാണ് സെറ്റാവുക. കാരണം റോഡ് അത്രത്തോളം നല്ല റോഡുകളല്ല. പിന്നെ കുറേ സ്ഥലത്ത് ട്രഫ്സ് പോലെ, അതായത് നമ്മളെ താഴ്ചയുള്ള ഹമ്പുകളുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ചെന്നിട്ട് അടിച്ച് കയറും. ആസ് ഓൾവേസ് നമുക്ക് ഈ കൊല്ലം ഫുള്ള് സെറ്റാണെന്ന് തോന്നുന്നു റൈഡിൻ്റെ കാര്യത്തിൽ. ബാക്കി എല്ലാത്തിലും ആകെ അയ്യോ ശിവനെ.
എൻ്റെ അമ്മോ, അതിൻ്റെ മേലെ നിന്ന് ആ വെളിച്ചടിച്ച് വരുന്നതും വണ്ടികൾ പോകുന്ന ഈ ഫ്രെയിമും, അയ്യോ അയ്യോ, ഒരു ഒന്നൊന്നര കോമ്പിനേഷനാണ് ഗൈസ്. സീൻ എക്സ്പൾസുകളൊക്കെ അതിൽ പറന്ന് പോവാ. നമ്മൾ ചിലപ്പോൾ ഒക്കെ കൂടെ പറക്കും, അതുകൊണ്ട് പതുക്കെ പോവാം. CPക്കൊക്കെ നല്ല മുതലായിട്ടുണ്ടാവും, കാരണം അങ്ങനത്തെ വണ്ടിയും പിന്നെ നല്ല സസ്പെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് ഏത് സ്ഥലത്ത് കൂടെ കൊണ്ടുപോകാൻ. ഈ ചുരം റൈഡ് എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെ കേട്ടോ. നമ്മളെങ്ങനെ റൈഡ് സ്ട്രെയിറ്റ് റോഡിൽ പോയി കഴിഞ്ഞാൽ ഈ ചുരത്തിൽ ഹെയർ പിൻ ബെൻസൊക്കെ ഇങ്ങനെ എടുക്കുന്ന, സാധാരണ വാൽപ്പാറൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കിടത്താൻ പറ്റാറുണ്ട്. ഇതങ്ങനെ കിടത്തുന്നൊരു കോർണറല്ല, ബട്ട് ഈ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ റൈഡ് ആസ്വദിക്കാം. അത് പതുക്കെ നമ്മൾ പോകുന്നുള്ളൂ. പതുക്കെ പോകുമ്പോൾ ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ കാടിൻ്റെ ആ ഒരു ഭംഗി കാണാം. ഇടയിലൂടെ ഇങ്ങനെ കയറി വരുന്ന കോടമഞ്ഞും ചാറ്റി പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയും, ഒരു കട്ടനടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ അത്രയും മൂഡായിട്ടുള്ള ക്ലൈമറ്റ്. കോടമഞ്ഞ് എന്നും വൈബാട്ടോ ഏത് സ്ഥലത്ത്. എനിക്ക് നോർമലി ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നതിന് പകരം എനിക്ക് കോടമഞ്ഞ ഇഷ്ടം. അതിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും വൈബും ഒരു എന്താ പറയുക, ഒരു എനർജിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ആ ഒരു ഓടിക്കുന്ന ഓരോ കിലോമീറ്റേഴ്സ് എൻജോയ് ചെയ്യാനും പറ്റും. നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം റൈഡ് പോയാൽ മാത്രം മതി. ഇങ്ങനത്തെ ഓരോ ക്ലൈമറ്റൊക്കെ കിട്ടുമ്പോൾ സെറ്റാണ്, നമുക്കത് വേർത്തായിട്ട് തോന്നും. ഇറ്റ്സ് വർത്ത് എ ലൈഫ് ടൈം ഓഫ് മെമ്മറീസ് എന്ന് പറയില്ലേ, അത് തന്നെ സംഭവം. അത്ര മൂടിയായിട്ടുള്ള ഫ്രെയിമാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല, സീനാണ്. മഴയുടെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കിലോമീറ്ററുകളും ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് കയറി പോകുന്തോറും കോടമഞ്ഞിൻ്റെ ഇൻറ്റൻസിറ്റിയും മഴയും ആ ഒരു ചില്ലിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറും അങ്ങനെ നമ്മുടെ മേലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സീനാണിത്. ഓ, അണ്ണനൊക്കെ ഇങ്ങനെ കൈ നീട്ടി വൈബ് ആസ്വദിക്കുന്നുണ്ട്. ഓ, വിറക്കുന്ന കയ്യും കാലൊക്കെ. സീൻ എന്താ ഭംഗിയെന്ന് പറയുക ഈ റോഡിൻ്റെ ഈ ഒരു ഫ്രെയിമൊക്കെ. എക്സ്പൾസുകൾ ഒരു കുലുക്കും ഇല്ലാതെ അങ്ങനെ കയറി പോകുന്നു. ഒരു സംഭവം പറഞ്ഞുതരാം. കാടിൻ്റെ ഇടയിലൂടെ സൂര്യരശ്മികൾ ഇങ്ങനെ അരിച്ചരിച്ച് വരുന്ന ഒരു ഏർലി മോർണിംഗ് ഉള്ള ഒരു സീനറി ഉണ്ട്. അതുപോലെ അതിനേക്കാളും ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ മൂടി തിങ്ങി നിറഞ്ഞ ഈ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ഈ കോടമഞ്ഞ് ഇങ്ങനെ പറന്ന് വരുന്നത് കാണാൻ. ആ മൂടലിൻ്റെ ഇടയിലൂടെ നമ്മൾ എണീറ്റ് നിന്നും ഇരുന്നും ഒക്കെ റൈഡ് ചെയ്ത് നമ്മുടെ ഈ വണ്ടി ഓടിച്ച് ആസ്വദിക്കാൻ പറ്റും. എന്താ സീൻ ക്ലൈമറ്റ്. നനയാൻ താല്പര്യമുള്ളവർ എന്തായാലും മഴ നനഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ മഴയത്ത് റൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും റൈഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. എൻ്റെ അമ്മോ, സീനായിട്ടുള്ള മൂടിയ ഫ്രെയിംസ്. അത്രയും ഡാർക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ ഏരിയയൊക്കെ. വെളിച്ചം തീരെ ഇല്ല. മൊത്തത്തിൽ ഇപ്പം മൂടും ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കുറച്ച് മേലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂ തന്നെ ഉണ്ടാവില്ല. അത്രയും കോടമഞ്ഞിങ്ങനെ നിറഞ്ഞ് ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഒരു മെലഡിയോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല ഇതിന്. ഇതെന്തായാലും മറക്കാൻ വഴിയില്ല കേട്ടോ. അജാതി എക്സ്പീരിയൻസ് ആണ് ഈ മൂടിയായിട്ടുള്ള ഫ്രെയിമിൽ. എനിക്കാണെങ്കിൽ ഈ വൈസറൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് കാണുന്നത്. ഞാനൊരു ഫിൽറ്റർ ഇട്ട പോലെയാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇൻസ്റ്റഗ്രാം ഫിൽറ്റർ പോലെ. അത്രയും മൂടിയാണ്. ഒപ്പമുള്ളവരെല്ലാവരും കട്ടക്ക. ഈ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഹെയർ പിൻ ബെൻഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. വേറെ ഇവിടെ ഇങ്ങനെ മൂടിയ രീതിയിലുള്ള ഹെയർ പിൻ ബെൻസ് അങ്ങനെ ഉണ്ടാവാറില്ല. ഊട്ടി പോലും ഇങ്ങനത്തെ ഹെയർ പിൻ ബെൻസിൻ്റെ എക്സ്പീരിയൻസ് ഈ കാടിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടൂല. ഇത് കിട്ടണമെങ്കിൽ ഈ അട്ടപ്പാടി ഈ ഒരു ഭാഗത്തോട്ട് വരണം. അട്ടപ്പാടി അല്ലെങ്കിൽ മുള്ളി വഴി ഇങ്ങനെ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ കിട്ടും. ഇതൊന്നും ശരിക്കും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഓരോ സ്പോട്ടുകളാണ്. ഇതിൻ്റെ അമ്മോ ഡാർക്ക് മൂടാട്ടോ. ആളുകൾ ഇതിനെ ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആൾക്കാർ വരുന്ന സമയം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇതുപോലെയുള്ള സമയത്ത് ഏർലി മോർണിംഗ് ഒക്കെ വരണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ മൺസൂൺ സമയങ്ങളിൽ. അപ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഭംഗിയോടുകൂടെ ഈ അട്ടപ്പാടി എന്താണെന്ന്, ഈ ഒരു ഫോറസ്റ്റിൻ്റെ വൈബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു വൈബിലൊക്കെ വണ്ടി ഓടിക്കണം, വർണ്ണിക്കാൻ വാക്കുകളില്ല.
അത്രമേൽ മനോഹരമായ കുറച്ച് റോഡുകളും കുറച്ച് ചങ്ങാതിമാരും എല്ലാം കൂടിയ ഒരു റൈഡും. അട്ടപ്പാടി ആസ് ആൾവേസ്. എൻ്റെ അമ്മോ, മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സീൻ സ്ഥലം. എൻ്റെ അമ്മോ, സീൻ ഇട്ടോ, വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല, സീൻ. ഇതൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഈ ചെറിയ ചാറ്റൽ മഴയും കൊണ്ടുകൊണ്ട് ഡാൻസൊക്കെ കളിച്ച് വൈബായിട്ട് എൻജോയ്. ഒരു ദിവസം നമ്മൾ സെറ്റായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഇത് ഞങ്ങളെ ആഘോഷ ദിവസമാണ്. സീൻ. എക്സ്പൾസ് എല്ലാ വണ്ടികളും സെറ്റാ, ബാക്കി വണ്ടികളൊക്കെ കുറേ മുന്നിലാ. ഒന്നും പറയാനില്ല കേട്ടോ, സീനാ. അണ്ണാ ഡാൻസ് കളിച്ചു കൊടുക്കുമോ? ഡാൻസ് സ്റ്റെപ്പുകളിട്. പോലീസ് വന്നാലേ എൻ്റെ പേര് പറഞ്ഞാൽ മതി, വിട്ടോളൂ, സീനൊന്നുമില്ല. ഞാൻ പണ്ടത്തെ അവിടെ വീരപ്പൻ്റെ ഫാമിലിയാ. വീരപ്പൻ ഇന്നെ പേടിയാ. കൊടൈക്കനാല് ഇതുപോലെ ഇപ്പോൾ അട്ടപ്പാടി കുറേ വട്ടം പോയിട്ടുണ്ട്. ബട്ട് ഇതുപോലെ ക്ലൈമറ്റിൽ ഈ ഒരു എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളും ഇതുപോലെ കുറേ പൊട്ടി ഒലിച്ച് വരുന്ന കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റുന്നത് അത് എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല, എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ചിലർക്ക് മാത്രം ഇങ്ങനെ യാത്രകളെ തേടി പോകുന്ന, മഴ കൊണ്ട് യാത്ര പോകുന്ന ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു യുണീക്കായിട്ടുള്ള അനുഭവമാണ്. CP എണീറ്റൊക്കെ ഓടിക്കണേ. എന്താടാ കളിക്കുന്ന? ഈ വൈബ് ഒന്ന് നോക്കിയേ, ഈ വൈബേ. നമ്മുടെ ഈ വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഈ അട്ടപ്പാടി വന്ന് ഈ ഒരു റൂട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഭയങ്കര ഭംഗിയാണ്. ഏർലി മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കോട പൊതിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഇപ്പോഴും എന്തായാലും നല്ല, ഇപ്പോൾ സമയം 7 മണിയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോഴും ഈ ക്ലൈമറ്റ് പോയിട്ടില്ല, സെറ്റാണ്. ഓ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇവിടെ ഉണ്ടാവും കോടമഞ്ഞിനെ ആസ്വദിച്ചുകൊണ്ട്. കുരങ്ങന്മാരുടെ ഇടയിൽ കുറേ കുരങ്ങന്മാർ. ഓ, അങ്ങോട്ട് ഇറക്കണോ? അല്ല വേണ്ട, ഇവിടെ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. എന്താണ റീച്ച് കിട്ടാൻ എൻ്റെ വണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തണേ? അണ്ണാ സൂപ്പർ ബൈക്കുകൾ നിൽക്കൂ. അണ്ണാ സൂപ്പർ ബൈക്കുകൾ നിൽക്കൂ. ഇത് പവറുള്ള വണ്ടികൾ ഇങ്ങനെ നിൽക്കൂ. പേടിച്ച് അന്ത പക്കം നിന്ന് വന്നു. ഇന്ത പക്കം കുറെ വണ്ടി നിർത്തിട്ടു, അന്ത പക്കം കുറെ വണ്ടി നിർത്തിട്ടു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയ ഒരു ബാംബു ഹോട്ടൽ, നമ്മളിവിടെ അട്ടപ്പാടി റിസോർട്ടിൽ നിൽക്കാൻ വന്ന സമയത്ത് ഇവിടെ കയറിയിട്ടാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായി മാറിയിരിക്കുകയാണ് നമ്മൾ. അണ്ണാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മധുരം കഴിക്കും. ചേച്ചി അണ്ണനൊരു ഷുഗർ ഫ്രീ ചായ വേണോ? ചായ ഞാൻ കുടിച്ചോളാം. ചായയും ചില സാധനങ്ങളൊക്കെ ഞാൻ തോന്നുന്നു. പല സാധനങ്ങൾ കിട്ടും. മോനെ പൊറാട്ട ബീഫും കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റാ. എന്താ മുട്ട റോസ്റ്റ് ഞാൻ കഴിക്കണോ? വേണ്ട ഞാൻ ബീഫിന്റെ ആളാ. ചേച്ചി നമ്മളെ ബീഫ് സാധനം വരുന്നില്ലല്ലോ. ബീഫ് എന്റെ പൊറോട്ടോട്
വെക്കൂ എന്റെ മോനെ ഏതാ സാധനം ഒട്ടെ പകുതി ഏതാ സാധനം അണ്ണാ 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 ഇത് നോക്ക് ഇതാണ് പൊറോട്ടയും ബീഫും കഴിക്കണ്ട എങ്ങനെ വെച്ചാ ഇങ്ങനെ സാധനം എടുക്കുക ആ കൊതി കൂടുക തന്നെ എന്നിട്ട് എടുത്താണ്ട് ഇങ്ങനെ ആക്കിക്കാണ്ട് അത് തിന്ന